കേരളത്തിന്റെ ടൂറിസം പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ അനുമതി. മലമ്പുഴ ഗാർഡൻ നവീകരണത്തിനും ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ടൂറിസ്റ്റ് വികസനത്തിനുമാണ് അനുമതി. സുദർശൻ 2.0 എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുക വകയിരുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട്. സുലേഖ, ഇപ്പോൾ കേരളത്തിലെ ടൂറിസം പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? എന്തായാലും കേരളത്തിന്റെ ടൂറിസം പദ്ധതികൾക്കാണ് കേന്ദ്രം അനുമതി നൽകിയിട്ടുള്ളത്. മലമ്പുഴ ഗാർഡൻ നവീകരണത്തിനും അതിനൊപ്പം തന്നെ ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ടൂറിസ്റ്റ് വികസനത്തിനുമാണ് കേന്ദ്രം തുക വകയിരുത്തിയിട്ടുള്ളത്. സുദർശൻ 2.0 എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിൽ തുക വകയിരുത്തിയിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഡാമിനോട് ചേർന്നിട്ടുള്ള ഉദ്യാനത്തിനും അതിനൊപ്പം തന്നെ വിനോദ പാർക്കിനുമായിട്ടാണ് ഈ സുദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 75,87,43,000 രൂപ വകയിരുത്തിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിൽ കായലും ബീച്ചും കനാലും ഈ മൂന്നിനെയും ബന്ധിപ്പിച്ച് നടപ്പിലാക്കുന്ന ആലപ്പുഴ ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് എന്ന പദ്ധതിക്ക് 93,17,70,000 രൂപയാണ് കേന്ദ്രം വകയിരുത്തിയിട്ടുള്ളത്. സുദർശൻ 2.0 എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിൽ രണ്ട് പദ്ധതിക്കും കേന്ദ്രം തുക വകയിരുത്തിയിട്ടുള്ളത്. ഈ ഒരു പദ്ധതി കേരളത്തിന്റെ മുഖം മാറ്റും. വികസിച്ചു വരുന്ന വിനോദസഞ്ചാരത്തിന്റെ മറ്റൊരു കാര്യം കൂടിയായി ഈ പദ്ധതികൾ മാറുമെന്നത് തന്നെയാണ്. ശരി, എന്തായാലും കേരളത്തിന്റെ ടൂറിസം പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ്. മലമ്പുഴ ഗാർഡൻ നവീകരണത്തിനും ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ടൂറിസ്റ്റ് വികസനത്തിനുമാണ് അനുമതി. സുദർശൻ 2.0 എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുക വകയിരുത്തിയത്. സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്.